ബുദ്ധിമുട്ടിക്കും. ഹല്ലേലൂയ. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യും? പുറമേ ഉള്ളതാണ്. ഹല്ലേലൂയ. പക്ഷെ ദൈവമക്കളോട് പറയാം, ശത്രു നമ്മളെ ഏത് വിധത്തിൽ ബന്ധിക്കുവാൻ അവൻ പദ്ധതി ഒരുക്കിയാലും ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാണ്. ഹല്ലേലൂയ. നമ്മളെ ശക്തീകരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവമക്കളോട് പറയാം, ആത്മാവിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ, ജഡത്തെ എന്തുണ്ട്? ബലഹീനതയുണ്ട്. ഹല്ലേലൂയ. സ്വത്രം ഗലാത്യർ 4:4 പറയുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, അവൻ ന്യായപ്രമാണത്തെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തെ കീഴിലായിരുന്ന നമ്മളെല്ലാവരും എന്ത് ചെയ്തു? വിലക്ക് മേടിച്ചിരിക്കുക. നമ്മളെ വിലക്ക് മേടിച്ചിരിക്കുന്ന എന്തിനാ? ശത്രുവിനെ നമ്മളെ ബന്ധിക്കുവാനല്ല, ശത്രുവിനെ നമ്മളെ പരാജയപ്പെടുത്തുവാനല്ല. പക്ഷെ ബന്ധിക്കപ്പെടുന്നതിന്റെ കാരണമുണ്ട്. ഹല്ലേലൂയ. ബന്ധിക്കപ്പെടുവാൻ കാരണമുണ്ടെന്ന് ദൈവജനം പറയുന്നു. സങ്കീർത്തനം 16:4 പറയുന്ന, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലികളെ അർപ്പിക്കരുത്, അവരുടെ നാമങ്ങളെ നാവിന്മേൽ എടുക്കരുത്. ഹല്ലേലൂയ. കൊലോസ്യർ 2:16 പറയുന്നു, വാവ് ശബത്ത് പെരുന്നാള് ഇങ്ങനെ യാതൊന്നും നിങ്ങളെ വിധിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ഏത് വിധത്തിലാണ് ബന്ധിക്കപ്പെടുന്നത്? കൊലോസ്യർ 2 അതിന്റെ 16 വാക്യം. 10:2 പറഞ്ഞു, നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്. ജാതികളുടെ വഴി പഠിച്ചാൽ നമ്മളെ ബന്ധിക്കും. എങ്ങനെയാ? 2 കൊരിന്ത്യർ 6:14 പറയുന്നു, സ്വത്രം വിശ്വാസിക്ക് അവിശ്വാസിയോടുള്ള ഇണയില്ല പിണ കൂടരുത്. എങ്ങനെയാണ് വിശ്വാസിയും അവിശ്വാസിയുമായിട്ട് ഹല്ലേലൂയ സ്വത്രം ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ബന്ധിക്കും.